അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നേരെ ഷിപ്പിൻ്റെ മോൾ ഭാഗത്തൊക്കെ കയറിയപ്പം കണ്ട കാഴ്ച ഷിപ്പിൻ്റെ അകത്തേക്ക് കാർഗോ ഐറ്റംസുകൾ, അതായത് ഇപ്പോൾ ബൈക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കാർഗോ പ്ലസ് പാസഞ്ചർ ഷിപ്പാണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ദ്വീപിലേക്ക് വേണ്ട സാധനങ്ങളും ഇതിൻ്റെ അകത്തൊക്കെ കയറ്റും. അങ്ങനെ നേരെ ഷബാനുവിനെയും കൂട്ടി കപ്പലിൻ്റെ മോൾ ഭാഗം കംപ്ലീറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്തായാലും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഷിപ്പിൽ ആദ്യമായിട്ടുള്ള യാത്ര. 10 വർഷമായിട്ട് ദ്വീപിലോട്ട് പോകാൻ ആഗ്രഹിച്ച് നിന്നിട്ട് കിട്ടിയൊരവസരമാണിത്. അങ്ങനെ ഷിപ്പ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി. നല്ല ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. രാത്രി ആയതുകൊണ്ടുള്ള വീഡിയോന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇതല്ലാതെ വേറെ മാർഗ്ഗമല്ല. അപ്പോൾ അങ്ങനെ ഷിപ്പ് നേരെ മുന്നോട്ടെടുത്ത് കൊച്ചിനോട് വിട പറഞ്ഞും കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഷിപ്പിൻ്റെ ഇളക്കവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫീലായി തുടങ്ങിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അതിഗംഭീരമായിട്ടുള്ള കാറ്റും മഴയും വരുന്നത്. അതിൽ ഒരുപാട് യാത്രക്കാർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഈ സമയത്താണോ ലക്ഷദ്വീപ് കാണാൻ ഇറങ്ങി തിരിച്ചത് എന്നുള്ളത്. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലും നല്ലൊരു മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. ഗംഭീരമായിട്ട് നല്ല തകർത്ത് പെയ്യുക ചെയ്യുന്നത്. ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും അതിലുപരി കുറച്ചൊക്കെ പേടിയും ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര ഇങ്ങനെ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ എന്തായി, മുകളിൽ നിന്നൊക്കെ ആൾക്കാർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പിന്നെ ഉള്ളിൽ പോയി കിടന്ന് ബാക്കി വീഡിയോ നമുക്ക് രാവിലെ കാണാം.